ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പൊങ്കാലയിടാനായി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പൊങ്കാല ദിവസത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അമ്മമാർ, സ്ത്രീകൾ, ഒരു രാഷ്ട്രീയവുമില്ല അതിനകത്ത്. അവരെല്ലാം തന്നെ അവരുടെ വീടിനും നാടിനും ഉപകാരികളായിട്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നോട്ടീസും എനിക്ക് ഈ നിമിഷം വരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ സമർപ്പണം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നമസ്കാരം. BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പൊങ്കാലയിടാനായി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും നിരവധി ഭക്തജനങ്ങളാണ് തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും BJP നേതാവും സംഘവും എല്ലാം തന്നെ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മഹനീയമായ ദിനത്തിൽ തന്നെയാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും KC വേണുഗോപാലിൻ്റെ ഹർജിയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആദ്യം തന്നെ ശോഭാജിയോട് നമുക്ക് ചോദിക്കാം, ഈ ദിനത്തിൽ എന്താണ് പറയാനുള്ളത്? പൊങ്കാല ദിനമാണ്. എനിക്ക് ഇവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അമ്മമാരാണ്. ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് ഈ പൊങ്കാല ദിവസം ദേവീ സന്നിധിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അമ്മമാർ, സ്ത്രീകൾ, ഒരു രാഷ്ട്രീയവുമില്ല അതിനകത്ത്. അവരെല്ലാം തന്നെ അവരുടെ വീടിനും നാടിനും ഉപകാരികളായിട്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരം സ്മിതമുഖീമാബീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസധ്യേമ പത്മാം വരാംഗീം സർവാലങ്കാര യുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സചരജാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. ഈ ദേവിയെ സ്മരിച്ചുകൊണ്ട് ധ്യാനലക്ഷ്മിയും അഷ്ടലക്ഷ്മിയും ദുർഗയും കാളിയുമൊക്കെയായിട്ട് വിവിധ രൂപങ്ങളിൽ ഈശ്വരീയമായിട്ടുള്ള ജ്ഞാനം ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പൊങ്കാല ദിവസത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ദേവിയെ സ്മരിച്ചുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ കേരളം, കാരണം നമ്മുടെ അമ്മയാണ് കേരളം, നമ്മുടെ രാജ്യം നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഈ നാടിന് വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു നോട്ടീസും എനിക്ക് ഈ നിമിഷം വരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പൊങ്കാലയ്ക്ക് ശേഷം ഞാൻ ജനങ്ങളുമായിട്ട് പറയും. അങ്ങനെ ഒരു കാര്യത്തിലും ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പൊങ്കാല സമർപ്പണമാണ്. അത് ആത്മസമർപ്പണമാണ്. ഓരോ അമ്മമാരും, ഓരോ കുഞ്ഞുങ്ങളും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നല്ല കുഞ്ഞുങ്ങൾ, ഭാവി തലമുറ ഈ കേരളത്തിൻ്റെ മുന്നിലുണ്ടാകണം. നല്ല അധ്യാപകന്മാർ, നല്ല അധ്യാപികമാർ, നല്ല ടെക്നോളജിസ്റ്റുകൾ, നല്ല എഞ്ചിനീയർമാർ, വിഷമടിക്കാത്ത പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് കൊടുക്കുന്ന നല്ല കർഷകന്മാർ. അങ്ങനെ ഒരു പാലം കെട്ടുന്ന സമയത്ത് അവിടെ സിമെൻറ്റും മണലുമൊക്കെ കൃത്യമായി ചേർത്തുകൊണ്ട് നല്ല പാലങ്ങൾ, പൊളിയാത്ത പാലങ്ങൾ ഉണ്ടാക്കുന്ന 1-ാം തരം കോൺട്രാക്ടർമാർ, ഇവരൊക്കെയുള്ള ഒരു ഭാവി കേരളത്തെ കാണുകയാണ്. ഇന്നലെ രാവിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരമ്മ ധാരധാരയായിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷം മെല്ലെ എന്നെ തൊട്ട് വിളിച്ചു. ഞാൻ അമ്മയുടെ അരികിലേക്ക് ചെന്ന സമയത്ത് ആ അമ്മ എല്ലാ പ്രദക്ഷിണവും കഴിഞ്ഞ് കുറച്ച് സമയം എന്നോടൊപ്പം ഇരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അമ്മ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മനസ്സിനകത്ത് എന്താണ് ഇത്രയും വേദനയുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ആ അമ്മ പറഞ്ഞു, ഞാൻ തൃശ്ശൂർക്കാരിയാണ്, എൻ്റെ മകൻ 29 വയസ്സ് കഴിഞ്ഞു, ഒരേ ഒരു മകൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങിയിട്ടുള്ള ആ പൊന്നുമോൻ ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ്.
ആ അമ്മ ഹൃദയം പൊട്ടി കരയുന്നത് എനിക്ക് കാണേണ്ടി വന്നു. നമ്മൾ ഇന്ന് ഈ മയക്കുമരുന്ന് ലഹരി എന്ന് പറയുന്ന ബോംബിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ ഒരു നാടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ അമ്മയുടെ സാന്നിധ്യത്തിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ ചോദ്യത്തിനും ഉച്ചയ്ക്ക് ശേഷം പൊങ്കാല സമർപ്പണത്തിന് ശേഷം ഞാൻ സംസാരിക്കാം. എനിക്ക് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ സമർപ്പണം തന്നെയാണ്. ആ സമർപ്പണത്തിൻ്റെ വേദിയിലൂടെ ഞാൻ മുന്നോട്ട് പോകും. ഒരു വശത്ത് ആശാവർക്കന്മാരുടെ പൊങ്കാല സമർപ്പണമുണ്ട്. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സർക്കാർ കണ്ണു തുറക്കുമായിരുന്നെങ്കിൽ ശബരിമല വിഷയം കഴിയുമ്പോൾ കണ്ണു തുറക്കേണ്ടതായിരുന്നു. എന്തെല്ലാം ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കമൻ്റ് ഇല്ല, നോ കമൻറ്റ്സ്. കാരണം എന്താണ്, ഇതൊന്ന് കഴിയട്ടെ. ഈ പ്രാർത്ഥനയും ഈ ജപവും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന പല ആളുകൾക്കും അവരൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളായിരിക്കണമെന്ന് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്ന് എൻ്റെ സഹോദരിമാരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റ ദിവസം പരിചയപ്പെട്ട് കൂടിയ ആളുകളാണ്. ഇവിടെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം. എത്ര വർഷമായി പൊങ്കാലയിടാൻ തുടങ്ങി? ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ ഒരു തവണ ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഒരു ലീഡറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അവിടെ ഇതുപോലെ തന്നെ കുറേ അമ്മമാർ വരികയും അവിടെ ഒരു തവണ പൊങ്കാല സമർപ്പണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ അമ്മ വളരെ അസുഖബാധിതയായിട്ട് ICUവിലായിരുന്നു. അതിനെ തുടർന്ന് അമ്മയ്ക്ക് വളരെയധികം എന്താ പറയുക, ഒരു സ്റ്റെപ്പ് വെച്ച് നടക്കാനുള്ള ഒരു സാഹചര്യം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് വീണ്ടും ഇവിടെ വരണമെന്നും ദേവിക്ക് അങ്ങനെ പൊങ്കാല സമർപ്പിക്കണമെന്നും അതിന് സാധിക്കുമോ എന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഭഗവതി നീക്കിത്തന്നു. സന്തോഷത്തോടു കൂടിയിട്ട് ഞാനിവിടെ ഈ സമർപ്പണത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ചുറ്റും ഒരുപാട് സ്ത്രീജനങ്ങൾ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ലഭിച്ച സുഹൃത്തുക്കളാണോ? സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ആകെ കേരളത്തിൽ ഒരു ലക്ഷ്മി ക്ഷേത്രമുള്ളത് അത് ചേർത്തലയിലാണ് എന്നാണ് ആ അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അവിടുത്തെ ജനങ്ങളും ഒക്കെ പറയുന്നത്. ലക്ഷ്മി സാന്നിധ്യത്തിൽ ദേവി ഇരിക്കുകയും ആ ദേവിയുടെ മുന്നിൽ മകം തൊഴൽ എന്ന് പറയുന്ന വലിയ ഒരു ആചാരം ആ ക്ഷേത്രത്തിനകത്ത് നടക്കുകയും അവിടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവരെല്ലാവരെയും കിട്ടിയത്. ഇവരെല്ലാവരെയും കാണാനും പിന്നെ നേരത്തെ പരിചയമുള്ള ഒരാളെ പാലക്കാട്ടുകാരിയെ ഇവിടെ വെച്ച് കണ്ടു. ബാക്കി എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇവർക്കെല്ലാവർക്കും ഇവരുടെ വീടിനും ഇവരുടെ നാടിനും നമ്മുടെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന. സർവേബി സുഖിനസന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖം ആപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകം. എല്ലാവർക്കും ആരോഗ്യവും നല്ല ഐശ്വര്യവും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണ് ഋഷിമാരുടെ നാടായിട്ടുള്ള നമ്മുടെ ഭാരതം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ കണ്ടു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദേവിയുമായിട്ട് മനസ്സുകൊണ്ട് എന്താണ് മനസ്സിനകത്ത് ദേവിയെ കൂടുതൽ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മുഴുവൻ ദേവിയാണ്. അപ്പോൾ അത് ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് സംസാരിക്കാം. വളരെ നന്ദി പ്രതികരിച്ചതിൽ. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നോട്ടീസൊന്നും തന്നെ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും ഏറെ നാളായി പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട് ശോഭാജി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഒരു സുഹൃത്ത് വലയത്തിന് ഒപ്പമാണ് നമ്മളോട് എന്തായാലും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൂടാതെ എന്തായാലും തന്നെ അവരുടെ സുഹൃത്തുക്കളെ കൂടി ദയവ് ചെയ്ത് ക്യാമറമാൻ കാണിക്കണം. ഇതാണ് ശോഭാജിയുടെ ഇവിടെ ഈ അമ്മ വീടിന് തൊട്ട് മുൻപിലാണ് അവർ പൊങ്കാല ഇടുന്നത്. എന്തായാലും ഈ ഒരു പൊങ്കാല നിവേദ്യ സമർപ്പണത്തിന് ശേഷം മറുനാടനോട് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് അപകീർത്തി പരാമർശ കേസിൽ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുത്തു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. ഇതിന് ഹർജി സമർപ്പിച്ചത് ആലപ്പുഴ MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലാണെന്ന് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ് കേസെടുത്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത്തരത്തിലുള്ള ഒരു കേസെടുക്കാനുള്ള നോട്ടീസോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പൊങ്കാല സമർപ്പണത്തിന് ശേഷം നമ്മളോട് ഇതിനുള്ള വ്യക്തമായ ഉത്തരം നൽകും എന്നാണ് പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.